ലഭിക്കുവാൻ തക്കോണം കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ കർത്താവെ, പ്രത്യേക കർത്താവെ, POC ചാനലിലൂടെയും PPCD മീഡിയ കൂടി കടന്നു പോകുമ്പോൾ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കോണം നീ സഹായിക്കണമേ. കർത്താവ്, രോഗികൾ അവർക്ക് വിടുതൽ ലഭിക്കാൻ തക്കോണം, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർക്ക് കർത്താവെ സമൃദ്ധി ഉണ്ടാകുന്ന തക്കോണം, കർത്താവെ സൗഖ്യം, സമാധാനവും സന്തോഷവും, നിരാശക്കാർക്ക് കർത്താവ് പ്രത്യാശ ഉണ്ടാകുന്ന തക്കോണം ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ ശുശ്രൂഷകളും കർത്താവെ അനുഗ്രഹമാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ നിർത്തണമേ, പെണ്ണുന്ന മഹത്വപ്പെടുത്തണമേ. സകലവും യേശു അപ്പം നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പൊ ജോബ് തിരുവാക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ കർത്താവെ, ഒരുമിച്ച് കർത്താവെ ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കിയ കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവെ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ കർത്താവെ കൂടി വരുമ്പോഴൊക്കെയും അങ്ങയുടെ സാന്നിധ്യത്തിൽ മറുപടികൾ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ആരാധനയിൽ കർത്താവ് വിടുതലുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, അർദ്ധരാത്രിയിൽ കർത്താവെ പൗലോസും ശീലാസും അങ്ങേ ആരാധിച്ചപ്പോൾ കർത്താവെ ചങ്ങല പൊട്ടി കർത്താവ് ബന്ധിതരെല്ലാം മോചിതരായുള്ള കർത്താവെ. കർത്താവ് നിന്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങൾ കടന്നു വരുമ്പോഴൊക്കെയും കർത്താവെ ആരാധനയുള്ള കർത്താവ് വിടുതലും സൗഖ്യവും കർത്താവ് പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായിരിക്കാൻ നന്ദിയോടെ സ്തുതികളെ മേൽ വസിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു കർത്താവെ. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു കർത്താവെ. ആരാധന ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല കർത്താവ് നന്മകളാലും കൃപകളാലും ഞങ്ങളെ നിറച്ചുകൊള്ളുമാറാകണമെന്ന് അനേകർക്ക് ഒരു അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സന്നിധിയിൽ കഴിക്കുന്ന കർത്താവെ ഓരോ പ്രാർത്ഥനയും കർത്താവെയും കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവ് അങ്ങനെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങനെ വലത്ത് ഭാഗത്ത് നിന്നും പ്രമോദങ്ങളും ഉണ്ടല്ലോ കർത്താവെ. കർത്താവെ, ഞങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വരുമ്പോഴൊക്കെയും കർത്താവെ നീങ്ങളെ തള്ളിക്കളയാത്ത ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്മകൾക്കൊത്തവണ്ണം പകരം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല കർത്താവെ. രക്ഷയുടെ പാനം മാത്രം എടുത്ത് അങ്ങനെ ഘോഷിപ്പാൻ തക്കവണ്ണം ഈ നാളുകളിൽ ഞങ്ങളെ ബലപ്പെടുത്താൻ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുറവുകൾ ഓർക്കലേ കർത്താവെ, മാനമഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവേ. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാലെ, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാലെ, തന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. തന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവേ. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. കാത്തു കാത്തു പിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക. കാത്തു കാത്തു പിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക. പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോക. പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോക. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവേ. ഉന്നത വിളിക്കു യോഗ്യനെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യനെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മണ്ണിടത്തിൽ നിന്നെ ഓർത്ത് ഉന്നതം വെടിഞ്ഞു വന്ന, മണ്ണിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന നന്ദനന്റെ വന്യപാദമെന്നും ഒന്നായി വന്നിച്ചിടം. നന്ദനന്റെ വന്യപാദമെന്നും ഒന്നായി വന്നിച്ചിടം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ,
വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ലോകരാജ്യം അസ്തമിക്കാറാ, ലോകരാജ്യം വേഗമിത ആഗമിക്കാറായി. ലോകരാജ്യം അസ്തമിക്കാറാ, ലോകരാജ്യം വേഗമിത ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുവാൻ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുവാൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഇനി അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകൻ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകൻ. പുത്രത്വത്തിനാത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം, പുത്രത്വത്തിനാത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാലെ, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാലെ. ചന്തമോടെ സ്വന്തം നാട്ടിൽ പോയിടാമേ, ചന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയി. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. പ്രൈസിലോട് നമുക്ക് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്താം. ദൈവകൃപയാൽ നാം പാടിയ പോലെ നാം എല്ലാവരും വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ്. നാം എല്ലാവരും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. വചനം പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ നിർദോഷം നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടായിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ആ രക്തം സകല പാപത്തെയും ദോഷത്തെയും ശാപത്തെയും രോഗത്തെയും ഒക്കെ മോചിക്കുവാൻ വിടുവിക്കാൻ കഴിയുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവജനവും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, അവന് മഹത്വം കൊടുക്കുന്നത്, അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ സംഭവമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വീണ്ടും പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നിന്റെ ഗീതം പോലെയല്ലേ നിത്യം നാളാമേ, നിന്റെ ഗീതം പോലെയല്ലേ നിത്യം നാളാമേ. എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടീടണമേ. ഇമ്പമുള്ള ജീവിതമോ ഏറെതാനോ മാനങ്ങളോ, ഇമ്പമുള്ള ജീവിതമോ ഏറെതാനോ മാനങ്ങളോ, തുമ്പമറ്റ സൗഖ്യങ്ങളോ ചോദിക്കുന്നേ അറിയാ, തുമ്പമറ്റ സൗഖ്യങ്ങളോ ചോദിക്കുന്നേ അറിയാ. ദേഹിയോ പോലെ എന്നെ നിത്യം നാടീടണമേ. നേരോ നീര വഴിയോ നീണ്ട നാടോ കൂറുന്നോ, നേരോ നീര വഴിയോ നീണ്ട നാടോ കൂറുന്നോ. ോടുന്നതോ പരിധി
ഭാഗ്യങ്ങളോ ഞോടുന്നതോ ആ രീതിയിൽ ഭാഗ്യങ്ങളോ പോലെ എന്നെ നിത്യം നടത്തിടണമേ. എഴുതുകൂട എന്നറിവാ ഇല്ല ജ്ഞാനോ എന്നിൽ നാദാ. ഏതുകൂട എന്നറിവാ ഇല്ല ജ്ഞാനോ എന്നിൽ നാദാ. നിന്നിരുക നിമിത്തോ നീതിമാർഗത്തിരിച്ചു. നിന്നിരുക നിമിത്തോ നീതിമാർഗത്തിരിച്ചു. നിന്റെ ഹിയോ പോലെ എന്നെ നിത്യം നടത്തിടണമേ. അഗ്നിമേഘ ൂടുകളാ അടിയനെയോ നടത്തി. അമേൻ. അഗ്നിമേഘ ൂടുകളാ നടത്തി. അനുദിനം കൂടെയിരുന്ന് അപ്പനെ കാണിക്കുകേ. അനുദിനം കൂടെയിരുന്ന് അപ്പനെ കാണിക്കുകേ. നിന്റെ ഹിയോ പോലെ എന്നെ നിത്യം നടത്തിടണമേ. അമേ. നിന്റെ ഹിയോ പോലെ എന്നെ നിത്യം നടത്തിടണമേ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ ഹിതം എന്താണ് മനസ്സിലാക്കി കർത്താവേ നിന്നോട് ആലോചിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അഭിഷേകത്തെ നിറയ്ക്കണമേ. നിന്റെ കൃപയിൽ പൊതിയണമേ. കർത്താവേ, നിന്റെ കൃപയിൽ നീ സൂക്ഷിക്കണമെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആരാധന ഞങ്ങൾക്ക് കുടുംബത്തിനും തലമുറകൾക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ തലമുറകള് ഈ ദൗത്യം ഏറ്റെടുപ്പാൻ, ഈ കർത്താവിനെ സേവിപ്പാൻ, ഈ കർത്താവിനെ ആരാധിപ്പാൻ, അവൻ സത്യത്തിലും ആത്മാവിലും കർത്താവ് ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അഭിഷേകത്തെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ഞങ്ങളുടെ ആരാധനയെ അങ്ങ് കർത്താവ് സ്വീകരിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, പലരും പല സ്ഥലത്ത് നിന്ന് കർത്താവ് വീക്ഷിക്കുമ്പോഴൊക്കെയും അവർക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവം നീ പ്രാപ്തരാക്കണമേ. അഭിഷേകത്തെ നിറയ്ക്കുമാറാ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കണമേ. സകലവും യേശു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ജോബ്സി സംഗീതത്തിന് ചില ആലോചനകൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. വരുന്നു സങ്കീർത്തനങ്ങൾ 95. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ. അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. ഇന്നും നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിലെ മസ്സാ നാളിനെ പോലെയും നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകിയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ 95. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം.
നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം സ്തോത്രത്തോടും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളോടും കൂടെ ഘോഷിപ്പാനായിട്ടാണ് സങ്കീർത്തനക്കാരിവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സ്തോത്രം പറയുമ്പോഴൊക്കെയും ദൈവത്തിന്റെ വലിയ അതിശയം നമ്മുടെ ജീവിതത്തിൽ നടന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് ധാരാളം സംഭവങ്ങളുണ്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. കാരാഗ്രഹത്തിലെ അവർക്കൊരു വിടുതൽ ലഭിക്കുവാൻ അത് മുഖാന്തരമായി തീർന്നു. ആ കാരാഗ്രഹ പ്രമാണി ദൈവത്തെ അറിയുവാനും ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നത് വളരെ ഉചിതമായ കാര്യമാകുന്നുവല്ലോ. സ്തോത്രയാഗം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുക, നന്ദി കരയറ്റുക, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക. എനിക്ക് യഹോവ ചെയ്തിരിക്കുന്ന സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെ എന്തു കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയെ ഘോഷിപ്പാൻ തക്കവണ്ണം ഈ നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. എപ്പോഴും സന്തോഷിക്കാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനും ഒക്കെയും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ വാഴ്ത്തുക. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാകുന്നു. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമായ കാര്യമാകുന്നു. ദൈവത്തെ അറിഞ്ഞ ഓരോ മക്കളും ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാകുന്നുവല്ലോ. അവൻ താഴെ നമ്മൾ വായിക്കുമ്പോൾ, യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ ദൈവം മഹാരാജാവാകുന്നു, അവൻ മഹാദൈവമാകുന്നു, അവൻ എല്ലാറ്റിനേക്കാളും ഉന്നതനായ വ്യക്തിയാണ്, അത്യുന്നതനായ ദൈവമാകുന്നു, അവനെ ദേവന്മാരെക്കാളും വലിയവനാകുന്നു, അവൻ അത് താഴെ വായിക്കുമ്പോൾ അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വണങ്ങി നമസ്കരിക്കാം. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നമസ്കരിക്കുക, ദൈവത്തിന്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക. സങ്കീർത്തനങ്ങൾ 107:15 പറയുന്നുണ്ട്, അവർ യഹോവയെ കുറിച്ച് അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാര് ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ കൊത്തവണ്ണം നാം പകരമൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവയെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് സ്തുതിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാകുന്നു. ഓരോ ദൈവ പൈതലിന്റെയും കടമയാകുന്നു ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാനുമായിട്ട് ചെല്ലുവാനായിട്ടുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹം. എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യുക, അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി നമ്മുടെ എല്ലാ സ്തുതികളും കരയേറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഒത്തവണ്ണം അവന് പകരം ചെയ്തുകൊണ്ട് ദൈവത്തിന് എല്ലാ ലോകങ്ങളും ഭൂലോകരും അധോലോകരും എല്ലാവരും മുട്ടുമടക്കുന്ന നാമമായതുകൊണ്ട് അവന് സ്തുതി കരയേറ്റിക്കൊണ്ട് അവന് ജയഘോഷങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ വേദപാതത്തിരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഓ സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താരോലി ചടച്ചിരുന്നു, അമ്മയെ പോലെ താരോലി ചടച്ചിരുന്നു, സമാധാനമായി കിടന്നുറങ്ങാ തന്റെ മാവിൽ ദിനം ദിനമാ, തന്റെ മാവിൽ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാ തന്റെ മാവിൽ ദിനം ദിനമാ.
തന്റെ മാവിൽ ദിനം ദിനമാ ഓ സ്തുതി സ്തുതി എൻ മനമേ അമ്മേ സ്തുതികളിലും നാഥൻ നാൾ തോറും ചെയ്യും നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ കഷ്ടങ്ങളേറിലോ എനിക്കേറ്റമടുത്ത തുണയാ കഷ്ടങ്ങളേറിലോ എനിക്കേറ്റമടുത്ത തുണയാ ഘോരവൈരിയൻ തുവിലവേ മേശ നമുക്കൊരുക്കുമല്ലോ മേശ നമുക്കൊരുക്കുമല്ലോ ഘോരവൈരിയൻ നടുവിലവേ മേശ നമുക്കൊരുക്കുമല്ലോ മേശ നമുക്കൊരുക്കുമല്ലോ ഓ സ്തുതി സ്തുതി എൻ മനമേ അമ്മേ സ്തുതികളിൽ ഉന്നതനെ നാഥൻ നാൾ തോറും നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ ഭാരത്താൽ കാലഞ്ഞീടിലോ രോഗത്താലോ അമ്മേ ഭാരത്താൽ വലഞ്ഞീടിലോ രോഗത്താലോ രോഗ സൗഖ്യം രോഗ സൗഖ്യം രോഗ സൗഖ്യം രോഗ സൗഖ്യം ഓ സ്തുതി സ്തുതി എൻ മനമേ അമ്മേ സ്തുതികളിലും നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ സഹായ ശൈലമേ സങ്കേതവും കോട്ടയും സഹായ ശൈലമേ സങ്കേതവും കോട്ടയും തൻ കരുണ ബഹുലമത് തൻ കരുണ ബഹുലമത് നടുങ്ങിടുകയില്ലതിനാൽ തൻ കരുണ ബഹുലമത് തൻ കരുണ ബഹുലമത് ഓ സ്തുതി സ്തുതി എൻ മനമേ ആമേ സ്തുതികളിലുന്നതനെ നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവകൃപയാൽ മിഷന്റെ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം നടത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മിഷൻ എക്സ്പോ അടുത്ത മാസം ജനുവരി 17, 18, 19 തീയതികളായിട്ട് നടക്കാൻ പോവുകയാണല്ലോ. അതിന്റെ ക്രമീകരണങ്ങൾ ദൈവകൃപയാൽ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. വിവിധ കമ്മിറ്റികളും പ്രയർ ഗ്രൂപ്പുകളും വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം നിങ്ങൾ അറിയുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ അടുത്ത മാസം നടക്കുന്ന മിഷൻ എക്സ്പോയിൽ കുടുംബമായി നിങ്ങൾ കടന്നു വരണമെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അകലം വഴി വരുന്നവർക്ക് ഇവിടെ താമസ സൗകര്യം ഒരുക്കുന്നുണ്ട്. നിങ്ങൾ മുൻകൂട്ടി അത് പറയുകയാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ജനുവരി 17, 18, 19 ദിവസങ്ങളിൽ നമ്മളെ ആ മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ ഒരു പുത്തൻ അനുഭവം നമുക്കുണ്ടാകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയും ഭാരപ്പെട്ടും ആണ് നമ്മൾ ഈ മീറ്റിംഗ് ക്രമീകരിക്കുന്നത്. അത് വൃഥാവായി പോകാതിരിപ്പാൻ കഴിഞ്ഞ വർഷത്തെക്കാൾ ഉപരിയായി കൊണ്ട് ഒരു പുത്തൻ അനുഭവം
ഒരു പുതിയ സമർപ്പണം നമ്മൾ ഉണ്ടാകണം. അതിന് കർത്താവ് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ മിഷൻ എക്സ്പോ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മിഷൻ എക്സ്പോയുടെ ആ നോട്ടീസ് അവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിന്താവിഷയം: അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. മിഷൻ എക്സ്പോ 2025, സ്ഥലം KT സൈമൺ നഗർ, കുന്നംകുളം, കൊള്ളന്നൂർ ഓഡിറ്റോറിയം സമീപം. 2025 ജനുവരി 17, 18, 19 പൊതുയോഗം, മിഷൻ സ്റ്റാളുകൾ, മിഷണറി മീറ്റിംഗ്, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ. അനുഗ്രഹ സന്ദേശം റവറൻ ഫാദർ ട്രെവർ, CSC ചർച്ച് കൽപ്പറ്റ. വചനം ശുശ്രൂഷിക്കുന്നവർ ഫാദർ ജോയ് തോമസ് കോട്ടയം, ഫാദർ ജോയ് ജോൺ ബാംഗ്ലൂർ, സിസ്റ്റർ ലില്ലി വർഗീസ് ഡൽഹി, തോമസ് മാത്യു കോട്ടാക്കട എന്നിവരാണ് പ്രധാനമായിട്ടും വചനം പ്രഘോഷിക്കുന്നവര്. സംഗീതം നേതൃത്വം നൽകുന്നവർ എബനസർ വോയ്സ് പഴഞ്ഞിയും, അതുപോലെ തന്നെ ബ്രദർ ഇമ്മാനു ഹെൻറിയുമാണ് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നവര്. പകൽ മീറ്റിംഗ് 9 മണി മുതൽ 4 മണി വരയ്ക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അത് മിഷണറി ട്രെയിനിങ് കോഴ്സ് ക്ലാസ്സിനാണ് ആ പകൽ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭക്ഷണം പകൽ ഇവിടെ ഒരുക്കുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതിന്റെ വിഷയങ്ങൾ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന വിഷയങ്ങൾ: 1, ശുശ്രൂഷകളിൽ ദൈവകൃപ വ്യാപരിക്കാൻ. 2, മിഷണറി ട്രെയിനിങ് കോഴ്സിന് വേണ്ടി. 3, ആത്മനിറവുള്ള ദൂതുകൾക്കായി. 4, സാമ്പത്തികം, യാത്രാ ക്രമീകരണങ്ങൾ. 5, ഹർത്താലുകൾ ഉണ്ടാകാതിരിക്കുവാൻ. 6, ഭാരവാഹികൾ ഏക അഭിപ്രായത്തിൽ പ്രവർത്തിക്കുവാൻ. 7, പന്തലും പരിസരവും ദൂതന്മാരുടെ കാവലിലാകുവാൻ. 8, പ്രയർ അംഗങ്ങളെ ഓർത്ത്. 9, സ്റ്റാൾ ശുശ്രൂഷകൾക്കായി, മുഴുരാത്രി പ്രാർത്ഥനയ്ക്കായി. 10, സുവിശേഷകരുള്ള ബൈബിൾ ക്ലാസ്സുകളുടെ അനുഗ്രഹത്തിന് വേണ്ടി. ഇത്രയും വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുള്ളത്. ഒരു വാക്ക് നമുക്ക് ഈ വിഷയങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, എല്ലാ പ്രഭാതത്തിന് സ്തോത്രം. കർത്താവ്, മിഷൻ എക്സ്പോ 2025 ജനുവരി 17, 18, 19 തീയതികളിൽ കർത്താവെ ഇവിടെ ക്രമീകരിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. അതെല്ലാ വിഷയത്തിനു മേലും കർത്താവ് നീ പ്രവർത്തിക്കണമേ. ദൈവകൃപ വ്യാപരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാക്ഷ്യങ്ങളും ട്രെയിനിങ് കോഴ്സുകളും കർത്താവ്, രാത്രി പൊതുയോഗവും സംഗീതവും ഒക്കെ അനുഗ്രഹമാക്കണമേ. ആ പന്തലോർത്ത്, പരിസരത്തെ ഓർത്ത്, കസേരകളോർത്ത്, സ്റ്റേജിനോർത്ത്, ലൈറ്റ് ആൻഡ് സൗണ്ട്, ലൈവ് പ്രോഗ്രാം, സ്റ്റാളുകള്, സാമ്പത്തിക ആവശ്യങ്ങള്, യാത്രാ കേന്ദ്രങ്ങള്, മിഷണറി യാത്രകള് എല്ലാം കർത്താവെ അനുഗ്രഹമാക്കണമേ, അഭിഷേകമാക്കണമേ. ഒരു പുത്തൻ ഉണർവ് കർത്താവെ ഞങ്ങൾ കുടുംബങ്ങളിന്മേൽ, കൂട്ടായ്മയിന്മേൽ, ദേശത്തുമേൽ അങ്ങ് അയക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ജയിച്ച് മടങ്ങി വരുവാൻ തക്കണം നീ സഹായിക്കണമേ. കാലാവസ്ഥയെ അനുകൂലമാക്കണമേ. അനേക ഹൃദയങ്ങൾ ഒരുക്കപ്പെടണമേ. ദൈവത്തിലേക്ക് വേണ്ടി സമർപ്പിക്കണം തക്കണം ഈ മീറ്റ് എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിഷന്റെ പ്രവർത്തനങ്ങളും പ്രത്യേക VOC ചാനലിന്റെ ബ്രോഡ്കാസ്റ്റ് ശുശ്രൂഷയും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേക സഹോദരി ഡേവിസ്, ബീന എന്നീ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. എല്ലാ മാസവും നമ്മുടെ മാസിക നമ്മൾ ഇറക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിലെ പ്രാർത്ഥന വിഷയങ്ങൾ പ്രിയ ദൈവജനമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ചിന്ത നിങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ചിന്താശകലം മോർണിംഗ് മെസ്സേജിലെ ഒരു ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. സങ്കീർത്തനം 18-ാം അധ്യായം 2-ാം വാക്യം, 1-2 വാക്യങ്ങൾ. സങ്കീർത്തനം 18-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
യഹോവേ, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയെ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. സ്തോത്രം. ദാവീദാണ് ഈ സംഗീതഭാഗം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, എങ്കിലും ഈ രണ്ട് വാക്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദാവീദ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അത് ഒന്ന് ഞാൻ ഓടിച്ച് പറയുവാൻ ആഗ്രഹിക്കണം. ഒന്ന് പറയുന്നത്, എൻ്റെ ബലമായ യഹോവ, യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ബലമായ യഹോവ, അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു കാര്യമാണ്. എൻ്റെ ബലമായ യഹോവ, നമ്മുടെ ബലമായ യഹോവ. നമുക്ക് എത്ര പേർക്ക് ഈ യേശുവിനെ ബലമായിട്ട്, എൻ്റെ ശക്തിയായിട്ട്, എൻ്റെ സംരക്ഷകനായിട്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ട്, അവനിൽ ബലപ്പെടാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു പറയുമ്പോൾ അതിന്റെ പിറകിൽ പിന്നീട് ഒത്തിരി കാര്യം വരുവാനുണ്ട്. ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒത്തിരി കാര്യങ്ങൾ ആ പറഞ്ഞ വ്യക്തി ചെയ്തു കൊടുക്കാനുണ്ട്. സ്നേഹത്തിന് പ്രതി തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം. സ്തോത്രം. നാം മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ദൈവവചനത്തെ നാം എത്ര സ്നേഹിക്കുന്നുണ്ട്, ദൈവിക കൽപ്പനകൾ നമുക്ക് പ്രമാണിക്കാൻ സാധിക്കുന്നുണ്ട്, അവന്റെ വാക്തത്വങ്ങൾ നമുക്ക് എത്ര ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ ആശ്രയിച്ചാണ് ഈ സ്നേഹത്തിന്റെ ആ വാക്കിന്റെ പ്രസക്തി പറഞ്ഞത്. വെറുതെ ഞാൻ സ്നേഹിക്കുന്നു പറയാൻ നമുക്ക് എളുപ്പമാണ്. സ്നേഹിക്കണമെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, നാം വില കൊടുക്കാൻ തയ്യാറാവണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നാം സ്നേഹിക്കുന്നു പറയുമ്പോൾ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നാം അതിനു വേണ്ടി വില കൊടുക്കാൻ തയ്യാറാവണം. വില കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു സ്നേഹവും യഥാർത്ഥമായ സ്നേഹമല്ല, അതൊരു പ്രഹസനമാണ്, അത് യഥാർത്ഥമായ സ്നേഹമല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് പറയാണ്, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൂരത്തും ചേർത്തുമേ ശ്രമിക്കുന്ന പ്രിയ കൂട്ടമേ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി എന്നെ ഉൾപ്പെടുത്തി ചോദിക്കുകയാണ്, നാം ദൈവത്തെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് പത്രോസ് ചോദിച്ചു, നീ എന്നെ ഇവരിൽ അധികം സ്നേഹിക്കുന്നുവോ? നീ എന്നെ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ? സ്തോത്രം. നമ്മോടും ചോദിച്ചു ഇത് തന്നെയാണ്, ലോകത്തിനേക്കാൾ അധികമായി നിങ്ങളെ സ്നേഹിക്കുന്നുവോ? പോട്ടെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തർത്ഥത്തിലാണ്? എന്താണ് ഉദ്ദേശം? എന്താണ്? കാൽവറിയിലെ നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച യേശു കർത്താവ്, കാൽവറിയിലെ നിത്യസ്നേഹത്താൽ തന്റെ ചങ്കിലെ ചോര മുഴുവനായും ഊറ്റി തന്ന കർത്താവ്, നമുക്ക് ആ സ്നേഹത്തിന്റെ പ്രതി എന്തെങ്കിലും നമുക്ക് അതിന്റെ പ്രത്യുപരമായി ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം പറഞ്ഞത്, നമ്മെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യുവാനുള്ള ഏക കാര്യം, ഏക പോംവഴി എന്ന് പറയുന്നത്. നമ്മൾ പണം കൊടുത്തുകൊണ്ടോ ഒന്നും അതിന് പ്രത്യുപകരമായി തീരുകയില്ല. നമുക്ക് ചെയ്യാതിന് മാക്സിമം എന്ന് പറയുന്നത് നമ്മെ തന്നെ കൊടുക്കുക. ഒരു കാലത്ത്
വെടിം പ്രദേശത്ത് ഇറങ്ങി അറിയപ്പെട്ട നാം ഓരോരുത്തരെയും, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളോട് സംബന്ധമില്ലാത്ത നാം ഓരോരുത്തരെയും, നമ്മെ ഓരോരുത്തരെയും ഇസ്രായേൽ മക്കളുമായി ഒരുമിച്ചിരുത്തുവാൻ ആ മഹത്വമേറിയ പദവിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരികയായിരുന്നു. തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി മുഴുവനായും ഏൽപ്പിച്ചവൻ, അവന്റെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്നവൻ. സ്തോത്രം. നമ്മുടെ സ്നേഹത്തിന്റെ, നമ്മെ സ്നേഹിച്ചതിന്റെ ആഴത്തിൽ കാണിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്റെ ബലമായ യഹോവയെ ഞാൻ സ്നേഹിക്കുന്നു പറയുമ്പോൾ എന്റെ ബലമാണ്, എന്റെ കോട്ടയാണ്. രണ്ടാം വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട് യഹോവന്റെ ശൈലമാണ്. ഒത്തിരി കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നുണ്ട് അവിടെ. രണ്ടാം വാക്യത്തിൽ 4-5 വരിയിലായിട്ട് പറയുന്നുണ്ട് യഹോവന്റെ ശൈലമാണ്, എന്റെ കോട്ടയാണ്, എന്റെ രക്ഷകനാണ്, എന്റെ ദൈവമാണ്, എന്റെ പാറയാണ്, എന്റെ പരിചയാണ്, വീടിന്റെ രക്ഷയാണ്, എന്റെ കൊമ്പാണ്, ഗോപുരമാണ്. അങ്ങനെ 9 കൂട്ട കാര്യങ്ങളാണ് ദൈവത്തെ കുറിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദാവീദ് പറയുന്നത്. എന്റെ കോട്ടയാണ്, രക്ഷയാണ്, പാറയാണ്, ഗോപുരമാണ്, എന്റെ അഭിമാനമാണ്, എന്റെ പ്രശംസയാണ്. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം പറയുന്നു, ഗലാത്യ 6:14, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരരുത്. എന്റെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലല്ലാതെ, എന്നെ വീണ്ടെടുത്ത, എനിക്ക് നിത്യജീവൻ തന്ന, എന്നെ സ്വർഗത്തിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കൊണ്ടുവന്ന കർത്താവ് സ്നേഹം, ആ നിത്യസ്നേഹം, ആ പരിധിയില്ലാത്ത സ്നേഹം, എത്ര വലിയ പ്രവൃത്തിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. എന്റെ രക്ഷയെന്ന പാറ. ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശംസ എന്നൊരു കാര്യമുണ്ട് എന്ന് വാസ്തവമാണല്ലോ. ഏത് മനുഷ്യ ജീവിതത്തിൽ പ്രശംസയുണ്ട്. ജോലി ആയിരിക്കാം, പ്രശംസയായിരിക്കാം, നമ്മുടെ ഡിഗ്രിയും പഠിപ്പും ആയിരിക്കാം, നമ്മുടെ തറവാടായിരിക്കാം, നമ്മുടെ ബൈക്കായിരിക്കാം, നമ്മുടെ കാറായിരിക്കാം നമ്മൾ പ്രശംസ പറയുന്നത്. എന്ന പൗലോസ് പറയാണ് എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമുക്ക് ആരിലാണ് പ്രശംസിക്കാനുള്ളത്? നമ്മൾ പ്രശംസ ഏതിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ പ്രശംസ ഏതിനാണ്? അപ്പോൾ തന്നെ ചിന്തിക്കേണ്ടത് നമുക്ക് ക്രിസ്തുവിനുള്ള നമ്മുടെ പ്രശംസ എത്രമാത്രമുണ്ട്. പലരും സാക്ഷ്യം പറയാറുണ്ട്, എനിക്ക് യേശു നല്ലവനാണ്, വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്, എന്നെ സൗഖ്യം തന്നവനാണ് ഒക്കെ പറയുന്നെങ്കിൽ കൂടിയും അത് കേവലം വാക്കുകളിൽ മാത്രം നിന്നു പോകുന്നുണ്ടോ ഞാൻ ചിന്തിക്കുകയാണ്. ഇല്ലെങ്കിൽ നാം എത്രമാത്രം ആ യേശുവിനെ സ്നേഹിക്കുവാൻ വില കൊടുത്തു, നമ്മുടെ സമയം കൊടുത്തു, നമ്മുടെ വ്യക്തിത്വം കൊടുത്തു, നമ്മുടെ സൗകര്യങ്ങൾ കൊടുത്തു, നമ്മുടെ സ്ഥാപനത്തിൽ കൊടുത്തുവോ? ഈ യേശുവിനെ സ്വീകരിക്കാൻ നാം എത്രമാത്രം വ്യഗ്രത കാണിക്കുന്നുണ്ട്? ഈ യേശു സ്നേഹത്തെ മറ്റുള്ളവർ പ്രകടിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നാം എത്രമാത്രം അതിന് വില കൊടുത്തു പ്രിയമുള്ളവരെ? പലപ്പോഴും നമ്മുടെ സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും വെറും വാക്കിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അത് പ്രവർത്തിപ്പാത്തി എത്താൻ സാധിക്കുന്നില്ല. അതാണ് ഇന്നത്തെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് പ്രസംഗത്തിൽ പറയാം, പക്ഷെ ജീവിതത്തിൽ കാണിക്കുവാനാണ് പ്രയാസം എന്ന് പറയുന്നത്. നമുക്ക് ക്രിസ്തു എത്രമാത്രം പ്രശംസയുണ്ട്. യേശുവിന്റെ രക്ഷിത എന്ന് പറയുന്നതിൽ, അത് പൊതുജന മധ്യ പറയുന്നതിൽ, അല്ലെങ്കിൽ നമ്മെ ആക്കിയെടുത്ത് പറയുന്നതിൽ
നമുക്ക് എത്ര പേർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്? എന്റെ യേശു എന്റെ രക്ഷിതാവാണ് പറയുവാൻ നമ്മുടെ ജോലി സ്ഥലങ്ങളില്, നമ്മുടെ പഠിക്കുന്ന ആലയത്തില്, നമ്മുടെ ബിസിനസ്സില് എന്റെ യേശു എന്റെ രക്ഷിതാവ് പറയുവാൻ നാം എത്രമാത്രം നമുക്ക് പ്രശംസയുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഒരു കുറ്റം കാണാത്ത യേശു ക്രിസ്തുവിനെ, പീലാത്തോസിനെ അവന് കുറ്റം കാണുന്നില്ല, ഞാൻ അവനെ വെറുതെ വിടുന്നു. മത്തായി 20:24. ഒരു കുറ്റം കാണാത്ത യേശുവിനെ അത് മനസ്സിലാക്കിയിട്ടും പീലാത്തോസിന്റെ ഭാര്യ അവനെ കത്ത് കൊടുത്താക്കിയിട്ടും ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് പീലാത്തോസിനെ അറിവ് കൊടുത്തിട്ടും പീലാത്തോസിനെ യേശുവിനെ വെറുതെ വിടുവാൻ സാധിച്ചില്ല. അവ യഹൂദന്മാരെ പേടിച്ച് അവർ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ഭീരുവായ പീലാത്തോസ്, അവൻ യേശുവിനെ കുറിച്ച് നന്നായി അറിയാം. പക്ഷേ അവനെ യഹൂദന്മാരുടെ മധ്യേ യേശുവിനെ ഏറ്റുപറയുവാൻ അവന് കഴിയാതെ പോയി. ഭീരുവായ പീലാത്തോസ്. എന്നാൽ അരിമത്യക്കാരനായ ജോസഫ് ആദ്യം രഹസ്യത്തിലായിരുന്നു യേശുവിനെ പിൻപറ്റിയിരുന്നത്. ആ നിക്കോദീമോസും പീലാത്തോസും യേശുവിന്റെ മൃതശരീരം വാങ്ങിക്കുവാൻ ധൈര്യമായിട്ട് മുന്നിട്ട് വരുന്നുണ്ട്. അവർക്ക് യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുവാൻ അവർക്ക് നല്ല ഒരു ധൈര്യം ലഭിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ബലമായ യഹോവയെ ഞാൻ സ്നേഹിക്കുന്നു പറയുവാൻ, ആ സ്നേഹം പ്രകടമാക്കുവാൻ, ആ സ്നേഹത്തിന്റെ സാക്ഷികളാകുവാൻ, ആ സ്നേഹത്തിന്റെ വ്യക്തികളെ തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ചിന്താവശ്യം പറയുന്നത്. ദാവീദ് പറഞ്ഞ പോലെ യഹോവ എന്റെ രക്ഷകനാണ്, എന്റെ കോട്ടയാണ്, എന്റെ ഗോപുരമാണ്, എന്റെ പ്രശംസയാണ്, എന്റെ രക്ഷകനാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഈ ഒരു വിഷയം, ആ സ്നേഹത്തിന്റെ വിഷയം നമുക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംഗീതം 27-ാം അധ്യായം 4-ാം വാക്യം പറയുകയാണ്, ഞാൻ യഹോവ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മഹത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആശകനമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. എന്താ പറയുന്നത് അവിടെ? ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഹോവയുടെ മനോരഥം കാണുവാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, അവനെ വിളിച്ചു പറയുവാൻ, അവനെ സാക്ഷീകരിപ്പാൻ, ഇതൊക്കെയാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായി നാം ദൈവത്തെ സാക്ഷീകരിക്കുമ്പോൾ നാം പലതും വെച്ച് പറയാറുണ്ട്. പക്ഷെ അത് യഥാർത്ഥമായും നമ്മൾ ഉള്ളിനുള്ളിൽ ആ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ പ്രതിഫലമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദാവീദ് പറയാണ്, ഞാൻ യഹോവയുടെ കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആഗ്രഹിക്കുന്നത്? യഹോവയുടെ മനോരഥം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആശകനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ വെളിപ്പെടുവാൻ താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ആ സ്നേഹപ്രകടനം, ആ സ്നേഹത്തിന് സാക്ഷിയായി താൻ മറ്റുള്ളവർക്ക് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എത്ര പേർക്ക് ഈ ദൈവത്തെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നാം കുറുവായി തിരിച്ചു വരാം. എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തെ പിൻപറ്റുന്നത്?
പലപ്പോഴും നമുക്ക് യേശു എന്ന് പറയുന്നത് നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തിയായി മാറുകയാണ് നമ്മുടെ യേശു. അതിനപ്പുറമായിക്കൊണ്ട് നമുക്ക് ഒന്നും ആവശ്യമില്ല. നമുക്ക് രോഗസൗഖ്യമാക്കണം, സാമ്പത്തിക ഉയർച്ച വേണം, മക്കൾ പഠിപ്പ് നന്നാവണം, ഇങ്ങനെയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നടത്തിയുള്ള ഒരു കാര്യസ്ഥനെ പോലെ നാം പലപ്പോഴും യേശുവിനെ കൊണ്ട് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അവൻ ഒന്നും തന്നില്ലെങ്കിലും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുവാൻ, കർത്തൃവേലയ്ക്ക് വേണ്ടി നമ്മെ സമർപ്പിക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തെ കൊടുക്കുവാൻ, പോട്ടെ അവനൊന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയുവാൻ നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് വെറും പുറം പൊച്ചു പോലെ എന്റെ യേശു എന്ന് പറയുന്നത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കുരുവായി വീണ് മടങ്ങി വരികയാണ്. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയോ, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയോ, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്നു സ്നേഹമോടെ ഞാൻ. നമുക്ക് നമ്മെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. അവന്റെ കൽപ്പന നമുക്ക് ഏറ്റവും ഊറ്റം കൊള്ളാം. അവനെ പ്രസംഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതവും അതിനോട് താതാൽപ്പെടുവാൻ തക്കണം, ആ ഒരു അവസ്ഥ എത്തുവാൻ തക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്ത്യൻ യൂണിയൻ സംഘത്തിന്റെ 82ാം വാർഷിക കൺവെൻഷന്റെ അവസാന ദിവസം ഇന്നായിരിക്കുന്നു. കുന്നോളം വലിയങ്ങാടിയിലുള്ള തെക്കേര മണ്ഡലത്തിൽ വെച്ച് വൈകിട്ട് 6:30 ഇന്നത്തെ കടശ യോഗം ഉണ്ടായിരിക്കുന്നതാണ്. ഏവരും കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ അനുഗ്രഹപ്രദമാണ് കാര്യം ഞങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. മാത്രമല്ല, ഡിസംബർ 29-ാം തീയതി നമുക്ക് പ്രൊമോഷൻ മീറ്റിംഗ് ഉണ്ട്. വൈകിട്ട് 7 മണിക്ക് എൻ്റെ ഭാഗത്ത് വെച്ച് പ്രൊമോഷൻ മീറ്റിംഗ് ഉണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഡിസംബർ 31-ാം തീയതി നമുക്ക് 7 മണിക്ക് ആണ്ടാവസ പ്രാർത്ഥനയുണ്ട്. വാലപ്പുറം ഹോളിൽ വെച്ച് അത് ക്രമീകരിക്കുന്നതാണ്. 10:30 VOC ചാനലിൽ എൻ്റെ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. ജനുവരി 2-ാം തീയതി നമുക്ക് തെക്കേപ്പുറം ഏരിയ പ്രൊമോഷൻ മീറ്റിംഗ് ആണ്. ട്രഷറർ ബാബു കെയുടെ ഭാഗത്ത് വെച്ച് വൈകിട്ട് 7 മണിക്ക് ഏവരെയും കർത്തനാമത്തിൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ചാനൽ പ്രവർത്തനത്തെ ഓർത്തും, അതുപോലെ തന്നെ PPCയുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെ ഓർത്തും, വടക്കിന്റെ ഗ്രാമങ്ങളെ ഓർത്തും, മിഷൻ എക്സ്പോ ഓർത്തും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ഓർത്ത് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പാട്ട് പാടുന്നതും സ്തോത്രകാഴ്ച എടുക്കുന്നതുമായിരിക്കും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരെ കേറി കൂടിയാകാശേ, പേർ വിളിക്കുന്നേരം കാണും എൻ പേരും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും എൻ പേരും. ഇപ്പോൾ ക്ഷമാപ്രാർത്ഥന ജോബ്സ് പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ആരാധനയോട് അവസാനിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. തന്ന കർത്താവ് ആരോഗ്യത്തിനായി ബലത്തിനായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ് പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ തന്ന് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനയും കർത്താവെ അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമായിരിക്കാൻ ചെയ്യുന്നു. കർത്താവെ,
കർത്താവ് ഈ സ്തോത്ര വഴിപാടിനെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഒരുക്കിയ കരങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങേ സ്നേഹിപ്പാനും കർത്താവ് അങ്ങോട്ട് പറ്റിച്ചേർന്നിരിപ്പാനൊക്കെയും ഈ നാളുകൾ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. മാനമഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധ സഹവാസം കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാവിടത്തെ മേലും പരമോന്ന മിഷൻ എക്സ്പുടെ മേലും ഇന്നത്തെ അത് സംഘത്തിന്റെ മീറ്റിംഗ് മേലും ഇന്നതിലേക്ക് ഉണ്ടാക്കി മാറാട്ടെ. ആമേൻ. നമുക്ക് ജയനേശു നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണം. പ്രൈസ് ദി ലോർഡ്.